ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തില് നിലവിൽ SFI എന്ത് ചെയ്തിട്ടുണ്ട്? പെരിന്തൽമണ്ണ SHOക്ക് പരാതി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ വിദ്യാർത്ഥികളോട് നടത്തുന്ന വിവേചനപരമായ സമീപനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. സാധാരണ യാത്രികർക്ക് നൽകുന്ന യാതൊരുവിധ പരിഗണനയും വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്ന ഒരു വലിയ വിമർശനം കൂടെ ഈ ഒരു സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു പ്രതിഷേധം SFI ഏറ്റെടുക്കുകയാണ്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം പെരിന്തൽമണ്ണ SFI ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഇത്തരം നടപടികൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അധ്യയന വർഷം ആരംഭിച്ചിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് SFI പ്രതികരിക്കുന്നത്? നിലവിൽ കേരളത്തില് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മുതൽ ആ ആക്ടും 1989 നിയമപ്രകാരവുമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ എന്ത് ചെയ്യുന്നത്? കൺസെഷൻ ലഭിക്കുന്നത്. ഈ കൺസെഷൻ ലഭിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ബസ് ജീവനക്കാർ, ചില ബസ് ജീവനക്കാരെന്താണ് ഇത് വിദ്യാർത്ഥികളുടെ ഔദാര്യമായിട്ടാണ് ഇപ്പോഴും നിലവിൽ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ചില ബസ്സുകാർ മാത്രമാണ്. കാരണം ഇപ്പൊ നിലവിൽ നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൺസെഷന്റെ കൃത്യമായി കൊണ്ടുള്ള അവകാശം നേടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിരോധിക്കുന്നതുമായി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഫ്രീ പാസ്, അതായത് കൺസെഷന്റെ ഭാഗമായി കൊണ്ടുള്ള ഫ്രീ പാസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിലൊക്കെയാണ് നിലവിൽ ഇപ്പൊ ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി 2020 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിദ്യാർത്ഥികൾക്ക് ഈ കൺസെഷനുമായി കൊണ്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടി കൂടെ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാർഡ്, ഒരു കൺസെഷൻ മാതൃക കാർഡും അതുപോലെ തന്നെ നമ്മളുടെ ഈ കാർഡിന്റെ ബോധവൽക്കരണ പരിപാടികളും എന്ത് ചെയ്തിട്ടുണ്ട്? 2020 മുതൽ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് പെരിന്തൽമണ്ണയില് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇന്ന് 4:30 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ വിതരണോദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കാർഡില് നമ്മളെന്താ വെച്ചാൽ കൃത്യമായിക്കൊണ്ട് ഈ കൺസെഷന്റെ നിരക്ക്, അതേപോലെ ദൂരം, പിന്നെ അതിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏതൊരു വിദ്യാർത്ഥിയും, അതായത് വിദ്യാർത്ഥികളുടെ അവകാശം ആണല്ലോ ഈ കൺസെഷൻ. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുടെ കൂടെയും എന്തുണ്ടാവും? SFI ഉണ്ടാവും എന്നുള്ളതിനാണ് ഈ വേളയിൽ പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തില് നിലവിൽ SFI എന്ത് ചെയ്തിട്ടുണ്ട്? പെരിന്തൽമണ്ണ SHOക്ക് പരാതി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ക്യൂ നിർത്തി ബസ്സിൽ കയറ്റുന്നു. അതുപോലെ ബസ് എടുക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികളെ കയറാൻ അനുവദിക്കുന്നത് എന്നൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഓൺലൈൻ പ്രചരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പെരിന്തൽമണ്ണയിലെ മുഴുവൻ സ്റ്റാൻഡും സ്കൂളുകളും ക്യാമ്പസുകളും ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് ഈ ബസ് കൺസെഷന്റെ ഒരു വിപുലമായ പരിപാടികൾ നിലവിൽ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇവിടെ കൺസെഷനുമായി ബന്ധപ്പെട്ട കൂടെ ഏരിയ സെക്രട്ടറി കൂടെ സൂചിപ്പിച്ചു, നമ്മള് കാർഡിന്റെ ഒരു മാതൃക എന്ന രീതിയിലാണ്. കാരണം കൺസെഷൻ കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അത് ഒരു മാതൃക എന്ന രീതിയിൽ നമ്മൾ എല്ലാ സ്കൂളിലും ഇതുപോലെ ഒരു കാർഡ് എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ എത്രയാണ് ഒരു മിനിമം ഡിസ്റ്റൻസിൽ നമ്മളൊരു വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പല ബസ്സിലും കയറുമ്പോൾ 2 കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ 5 രൂപ ഒക്കെ മേടിക്കുന്ന സ്ഥിതി ഉണ്ട്. അത് ചില വിദ്യാർത്ഥികൾ അതിനെതിരെ സംസാരിക്കും, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു വിഷയവും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവില്ല. അത് അവരെ തെറ്റൊന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നമ്മളെ ആ വിഷയം അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ SFI ഉണ്ടാവും എന്നുള്ളതിനെ പറയാനുള്ളത്. നമ്മൾ ഈ 2020 തുടങ്ങിയ ക്യാമ്പയിൻ ഈ 5 വർഷം 6 വർഷങ്ങളായിട്ട് ഇതേപോലെ ക്യാമ്പയിൻ നമ്മൾ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്ത് പോകാറുണ്ട്. ഇനിയും ഇതേപോലെ വിഷയങ്ങളും SFIയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി പറയാനുള്ളത്. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരുടെ ഇത്തരം വിവേചനപരമായ സമീപനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പെരിന്തൽമണ്ണ SFI ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ചാനൽ 10 ന്യൂസിനോട് പ്രതികരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്.
21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.